ഇന്ന് ഞാൻ ആക്ച്വലി സംസാരിക്കാൻ പോകുന്ന ബ്ലാക്ക് എന്ന മൂവിയെ കുറിച്ചാണ്. ആക്ച്വലി ബ്ലാക്ക് എന്ന മൂവി എന്തിനു ചൂസ് ചെയ്ത ട്രെൻഡിങ് ആയിട്ടാണോ അതൊന്നല്ല. ആക്ച്വലി ബ്ലാക്ക് ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് ആ മൂവി കണ്ടപ്പോൾ എനിക്കതിലുള്ള കോൺസെപ്റ്റ് ടൈം ട്രാവലിംഗ് അല്ല, പക്ഷെ ടൈം ട്രാവലിംഗ് പോലത്തെ ഒരു കോൺസെപ്റ്റ്. യു നോ ദാറ്റ് ഐ ലൈക്ക് സയൻസ് ഫിക്ഷൻ മോർ ദാൻ എനിവൺ. എനിക്ക് സയൻസ് ഫിക്ഷൻ എന്നുള്ളത് ജോൺറ എന്റെ കൊച്ചു നല്ല പോലെ ഞാൻ കാണുന്നതാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ ചെയ്തുള്ളൊരു വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിരിക്കാം. അതിൽ സയൻസ് ഫിക്ഷൻ, പണ്ടത്തെ സയൻസ് ഫിക്ഷൻ എങ്ങനെയാണ് ഇപ്പോഴത്തെ സയന്റിഫിക് ഫാക്ട് ആയിട്ട് മാറിയെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഉദ്ദേശം, എനിക്ക് സയൻസ് ഫിക്ഷൻ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കണ്ട മൂവിയാണ് ബ്ലാക്ക്. ഇറ്റ് വാസ് ആക്ച്വലി ബൈ ജീവ. ഞാൻ വിചാരിച്ചില്ല ജീവ ഇങ്ങനത്തെ മൂവി ചെയ്യുമെന്ന്. ആൻഡ് ഞാൻ നല്ലൊരു തമിഴ് മൂവീസ് കാണുന്നതാണ്, തമിഴ് മലയാളം മൂവീസ് കാണുന്നതാണ്. പക്ഷെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ എപ്പോഴും കാണുന്നത് ഇംഗ്ലീഷ് മൂവീസ് ആണ്. കാരണം സയൻസ് ഫിക്ഷൻ മൂവീസ് ഒക്കെ കുറേ ഉണ്ട്. അതുകൊണ്ട് സയൻസ് ഫിക്ഷൻ ഇംഗ്ലീഷ് മൂവീസ് ആണ് കൂടുതൽ കാണുന്നത്. ഹായ് എവരിവൺ, യുവേഴ്സ് അക്കാഡമി ടിവിയിലേക്കും സ്വാഗതം. അപ്പൊ ബ്ലാക്ക് എന്ന മൂവി ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞ എന്റെ ചേട്ടൻ ആദ്യം പോയി കണ്ടു. അപ്പൊ കണ്ടപ്പോ പറഞ്ഞിടാ നല്ല മൂവിയാണ് കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് സമയം കിട്ടിയില്ല, ഈ വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയമില്ല, എന്നിട്ട് സിനിമ കാണാൻ. സോ തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ല. പക്ഷെ ബ്ലാക്ക് ആമസോൺ പ്രൈമിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അത് കണ്ടു. ഞാൻ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ട്രാവലിംഗ് ചെയ്തപ്പോൾ ഞാൻ മൂവി കണ്ടു. കണ്ടപ്പോ ഞാൻ അത് തിയേറ്ററിൽ നിന്ന് മിസ്സായെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം സയൻസ് ഫിക്ഷൻ മൂവീസ് ഇറ്റ്സ് ബെറ്റർ ടു വാച്ച് ഇൻ ബിഗ് സ്ക്രീൻസ്, സീരിയസ്ലി. സോ ബ്ലാക്ക് ഞാൻ കണ്ടപ്പോ, എന്തിനാണ് ഞാൻ ബ്ലാക്ക് പറയുന്നതെന്ന് വെച്ചാൽ, ബ്ലാക്ക് പോലത്തെ ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്. അതിന്റെ കറക്റ്റ് പേര് ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. അറിയാന്നുള്ള ഒരു കമന്റ് ബോക്സ് ഇല്ല. അതായത് ഇതില് നമ്മളൊരു ബ്ലാക്ക് വട്ടമാണ്. പക്ഷെ ആ ഒരു ഇംഗ്ലീഷ് മൂവി 2006-ലോ 2004-ലോ ഇറങ്ങിയ സിനിമയാണ്. അതായത് പറയുമ്പോൾ ഒരു കോമറ്റ് വരുമ്പോൾ ഒരു വീട്ടിൽ പെട്ടിരിക്കുന്നവര് പുറത്തിറങ്ങുന്നില്ല. പക്ഷേ അവർക്ക് ഓപ്പോസിറ്റ് ഒരു വീട് കാണാം. ആ വീട് എന്താ ആക്ച്വലി ഫൈനലി നമുക്ക് അറിയാൻ പറ്റും. ഓരോ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ഓരോ റിയാലിറ്റിയിൽ പോവാണ്, ഓരോ ഡിഫറെന്റ് റിയാലിറ്റീസിൽ പോവാണ്, അതിന്റെ എവിഡൻസസ് കാണിക്കും. അതേപോലെ തന്നെ ബ്ലാക്ക്. അപ്പം ബ്ലാക്ക് കണ്ടപ്പോൾ എനിക്ക് ആ മൂവി ഓർമ്മ വന്നു. ബിക്കോസ് ആദ്യം കണ്ട ഞാൻ മൂവിയാണ്. പക്ഷേ എന്നാൽ ഞാൻ ഈ പറയുന്നത് ബ്ലാക്ക് മൂവി കോപ്പിയാണ് ആ മൂവിയുടെ, അതുകൊണ്ട് കാണല്ല, അങ്ങനൊന്നുമില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് ടേക്ക് ഓൺ ദാറ്റ് സബ്ജക്ട്. അങ്ങനെ നമ്മൾ സിമിലർ ടോപ്പിക്സ് ഉള്ള മൂവീസ് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്, കണ്ടമാനം. ഇപ്പം ഒറിജിനൽ ഐഡിയ എന്ന് പറയാൻ കുറവാ. ഇപ്പൊ മിന്നൽ മുരളി, ഫ്ലാഷ് ഇല്ലേ, ഫ്ലാഷിന്റെ അഡാപ്റ്റേഷൻസ് ഇല്ലേ, ഇറ്റ്സ് നോട്ട് റോങ്. പക്ഷെ അത് നല്ല വൃത്തിക്ക് ചെയ്ത ആരും ഒരു കംപ്ലൈൻസ് പറയത്തില്ല. ഇപ്പൊ മിന്നൽ മുരളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ സൂപ്പർമാന്റെ എലിമെന്റ്സ് ഉണ്ട്, ഫ്ലാഷിന്റെ എലിമെന്റ്സ് ഉണ്ട്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തു? നോ, ബിക്കോസ് വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് മൂവിയും അത്യാവശ്യം വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് പാരലൽ യൂണിവേഴ്സസ് ബട്ട് എൻടാങ്കിൾഡ് ഇൻ വൺ സ്പേസ്, അല്ലെങ്കിൽ ഇൻ വൺ പോർട്ടൽ എന്ന് പറയാം. അതായത് ഓരോ 65 വർഷത്തിലും മൂണിന്റെ സൈസ് വലുതാകുമ്പോൾ ഇതിന്റെ പ്ലോട്ടാണ് വരുന്നത്. സ്പോയിലർ അലേർട്ട്സ് ആണ്, അത് ആദ്യമേ ഞാൻ പറയേണ്ടതാണ്. അത് ഞാൻ ക്യാപ്ഷനിൽ എത്തിരിക്കാം. സോ ആദ്യമേ ഫുൾ മൂൺ, അതായത് മൂൺ നല്ല സൈസ് വലുതാവും. അപ്പോ ഒരു ബ്ലാക്ക് വലയം ആ ഒരു ഈ ജീവയുടെ ഭാര്യയും മാറി, അതായത് പുതിയ വീട്. അപ്പൊ ആ ജീവിയുടെ ഭാര്യ പുതിയ വീട്ടില് ഇങ്ങനെ ഒരു ഫുൾ മൂൺ ആണ്, ഒരു ബ്ലാക്ക് വലയം വന്നു. ആ ബ്ലാക്ക് വലയം ആക്ച്വലി ഡിസോർഷൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. ആ ഒരു വലയത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം ലൈറ്റ്, അതിന്റെ അടുത്തുള്ള ലൈറ്റ് ഒക്കെ പോകുന്നുണ്ട്. there is no electric field in that. So അതേപോലെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിൽ ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ലൈറ്റ് ഇല്ല. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ പുറത്തിറങ്ങി ചുമ്മാ ബ്ലാക്ക് അതുവഴി ആ ഒരു പാത്തിൽ കൂടെ പോയി തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോ കുറച്ച് മാറ്റങ്ങൾ ആ വീട്ടിലുണ്ട്. മാത്രമല്ല, ഇനി അവിടെ പോയി മറ്റേ വീട് നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് ഇതിന്റെ നേരെ റെപ്ലിക്കാണ്. അവിടുത്തെ ആൾക്കാരും അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ ജീവിയുടെ ഭാര്യയും അപ്പുറത്തെ വീട്ടിലും ഉണ്ട്. പക്ഷെ ആ വീടെന്ന് പറയുമ്പോൾ ഈ ബ്ലാക്ക് ബോർഡറിന്റെ അപ്പുറത്താണ്. ബട്ട് ആദ്യം ഞാൻ സിനിമ ഞാൻ പറയട്ടെ, ഞാൻ വിചാരിച്ചത് ലൈക്ക് ഒരു ടൈം ഷിഫ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. അതായത് ഇവരെ കാണിക്കുന്നതിന് പക്ഷെ ഒരു ടൈം ലാഗ് വെച്ചാണ് കാണുന്നതെന്നാണ് ഞാൻ ആദ്യം. സിനിമയുടെ അവസാനം വരെ എനിക്ക് കത്തിയില്ല. സിനിമ അവസാനം വരെ അല്ല, ക്ലൈമാക്സിലൂടെ എത്തിയപ്പോ എനിക്ക് കാര്യം കത്തി. ഓ സോറി, ഇത് ആക്ച്വലി ടൈം ട്രാവൽ അല്ല, ഇത് ആക്ച്വലി ടൈം ഡൈലേഷൻ അല്ല, പാരലൽ യൂണിവേഴ്സ് ആണ്. സിനിമയുടെ അവസാനം എന്ന് പറയുമ്പോൾ സിനിമ എക്സ്പ്ലെയിൻ ചെയ്യും. ആ സിനിമ ലാസ്റ്റിൽ തന്നെ അത് എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട് അങ്ങനെ ആയത്, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ആ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ തന്നെ എനിക്ക്
മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി സയൻസ് ഫിക്ഷനാ, പക്ഷേ സയൻസ് ഫിക്ഷനും അല്ല. ബിക്കോസ് പാരലൽ യൂണിവേഴ്സസ്, പോക്കറ്റ് യൂണിവേഴ്സസ് ഉണ്ടെന്ന് തിയറിറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ തിയറി നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് തിയറിറ്റിക്കലി മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രാക്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഒരു തിയറി കറക്റ്റ് ഫാക്ട് ആണെന്ന് പറയാൻ ഒരു പ്രൂഫ് വേണം. അതിന് ഇപ്പൊ പ്രൂഫും തിയറി എന്താണെന്ന് ഉദ്ദേശിച്ചത്, ഫോർ എക്സാമ്പിൾ ഒരു തിയറി ഞാൻ പറയാം, സൺ റൈസസ് ഫ്രം ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഓൺ ദി വെസ്റ്റ് എന്ന് ഞാൻ പറയാണ്. എനിക്ക് അതിന്റെ പ്രൂഫ് ഉണ്ട്. Like, yeah, practically, this is the direction that the sun rises and this is the direction where the sun sets. ഇതൊരു പ്രൂഫാണ്. ഈ പ്രൂഫ് ഉണ്ടെങ്കിൽ അതൊരു സയന്റിഫിക് ഫാക്ട് ആണ്. ഈ പ്രൂഫ് ഇല്ലെങ്കിൽ സയന്റിഫിക് ഫാക്ട് അല്ല. സോ ഈ പ്രശ്നം, പാരലൽ യൂണിവേഴ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരേ യൂണിവേഴ്സിന്റെ അകത്താണ് രണ്ട് പോക്കറ്റ് യൂണിവേഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ചിലപ്പം ഇതിൽ ഏതെങ്കിലും ഉള്ള ഒരു പോക്കറ്റ് യൂണിവേഴ്സിലായിരിക്കാം. ഓക്കെ, ആ പോക്കറ്റ് യൂണിവേഴ്സിലുള്ള ആൾക്ക് വെളിയിലുള്ള പോക്കറ്റ് യൂണിവേഴ്സോ അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള പോക്കറ്റ് യൂണിവേഴ്സിന്റെ അടുത്തോ ഒരു കണക്ഷൻ ഇല്ല. കണക്ഷൻ ഇല്ലെങ്കിൽ എങ്ങനെ അവിടെ നമുക്കതിന് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് പ്രൂഫ് ഇല്ലാത്തത്. ഓക്കെ, പ്രൂഫ് ഇല്ലാത്തതല്ല, ആക്ച്വലി പ്രാക്ടിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത. ഇപ്പോ കറക്റ്റ് ഇൻഫ്ലേഷൻ തിയറി വെച്ച് പറയുകയാണെങ്കിൽ 10⁻64 യൂണിവേഴ്സസ് ആ ഒരു യൂണിവേഴ്സിലുള്ളത്. എന്നാലേ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് തിയറി. ആക്ച്വലി ആ തിയറി വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു തിയറി വിത്ത് കോൺസെപ്റ്റ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് വി സീ ഇല്ല. അതുകൊണ്ട് അതിനെ ഏറ്റവും ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും നല്ല തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ഓൾ ദ ലോസ് ഓഫ് ഫിസിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സയന്റിസ്റ്റ്. ബട്ട് സ്റ്റിൽ റൈറ്റ് നൗ ഇപ്പോ നമുക്ക് ആ 10⁻65 വേൾഡ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സസ് ഉണ്ടെങ്കിലും നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ദർ ഇസ് നോ കണക്ഷൻ. ബട്ട് ഇൻ ദിസ് മൂവി ആൻഡ് ദ മൂവി ഇൻ ദ ഇംഗ്ലീഷ് മൂവി ദാറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2004 and 2006, തിങ് ഈസ് അവർക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ബ്ലാക്ക് മൂവിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസ്റ്റോർഷൻ ആണ്, ഒരു ബ്ലാക്ക് ഡിസ്റ്റോർഷൻ ആണ് അവർക്ക് കണക്ഷൻ. കാരണം ഓരോ പ്രാവശ്യം അവിടെ പോകുമ്പോ ഓരോ യൂണിവേഴ്സിലാണ് പോയിരുന്നത്. റാൻഡം ആയിട്ട്, ലൈക്ക് ദർ ആർ n നമ്പർ ഓഫ് യൂണിവേഴ്സസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി നമ്പർ ഓഫ് യൂണിവേഴ്സസ് ഉണ്ട്. ആ ഇൻഫിനിറ്റി നമ്പർ ഓഫ് യൂണിവേഴ്സസ് ഇന്ന് ഓരോ എന്താ പറയാ യൂണിവേഴ്സിൽ പോയി മാറി വന്നും പോയാണ് ആക്ച്വലി നിൽക്കുന്നത്. ആൻഡ് ദാറ്റ് കോൺസെപ്റ്റ് ഇസ് പ്രിറ്റി മച്ച് വൈൽഡ്. കാരണം നമ്മൾ എത്ര ചിന്തിച്ചാലും ചിലപ്പോൾ നമ്മുടെ മൈൻഡ് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചു, ഇഫ് ഐ വാസ് ഇൻ ദാറ്റ് സർക്കംസ്റ്റാൻസ് വാട്ട് വുഡ് ഐ ഡു എന്ന് ഞാൻ ചിന്തിച്ചു. ബിക്കോസ് എന്താ പറയാ, ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ആയാലും എന്താ പറയാ ഈ പാരലൽ യൂണിവേഴ്സസ് ആയാലും എനിക്ക് പല ചോദ്യങ്ങളും ആൻഡ് ഇത് പ്രൂവ് ആയാൽ then think that the world will go to another step. കാരണം അങ്ങനെയാണെങ്കിൽ then all that we thought about the universe is wrong. അങ്ങനെ പ്രൂവ് ആയാൽ, കാരണം ആൻഡ് അത് പ്രൂവ് ആയാൽ നമുക്ക് ആക്ച്വലി ഇപ്പോഴത്തെ സയന്റിഫിക് വേൾഡിന് ഇല്ലാത്ത ഒരു തിയറി എന്താണെന്ന് പറയുമ്പോൾ തിയറി ഓഫ് എവറിത്തിങ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബുക്കിന്റെ പേര് ആക്ച്വലി സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ തിയറി ഓഫ് എവറിത്തിങ്, അതായത് എല്ലാം ബന്ധിപ്പിക്കുന്ന, അതായത് ഇപ്പൊ ഫിസിക്സ് ആയാലും ബയോളജി ആയാലും സയൻസിന്റെ ഡിഫറെന്റ് ഫീൽഡ്സ് ഉണ്ട്. ഫിസിക്സിൽ തന്നെ ഡിഫറെന്റ് ഫീൽഡ്സ് ഉണ്ട്, ക്വാണ്ടം ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, അങ്ങനത്തെ ഡിഫറെന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അങ്ങനത്തെ പല ഡിഫറെന്റ് ഫീൽഡ്സ് ഉണ്ട്. ഈ പല ഡിഫറെന്റ് ഫീൽഡ്സിനെ ഒരുമിച്ച് ഒരൊറ്റ കുടക്കീഴിൽ വെക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ കിട്ടും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ പ്രൂവ് many theories which is considered as science fiction right now. കാരണം നിങ്ങൾ സയൻസ് എടുത്തിട്ടുള്ളവരാണെങ്കിലും CBSE പഠിച്ചിട്ടുള്ളവരാണെങ്കിലും തിയറി കോൾ ഐസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പൽ. ആ ഒരു സംഭവമാണ് ബ്ലാക്ക് മൂവിൽ ഞാൻ കണ്ടത്. ബിക്കോസ് ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഇറ്റ്സ് അൺസർട്ടൻ വിച്ച് യൂണിവേഴ്സ് ആർ യു ഗോയിങ് ഇൻ ടു. കൃത്യമായിട്ട് ആ ലൊക്കേഷൻ കിട്ടിയാലും then you won't get to the other എന്താ പറയാ അതർ സൈഡ്. കൃത്യമായിട്ട് ലൊക്കേഷൻ കിട്ടാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ഫ്ലക്ച്വേറ്റിംഗ്. അതാണ് അതിന്റെ സയന്റിഫിക്കിലെ പുറകിലുള്ള തിയറീസ്. സോ ഞാൻ ചിന്തിച്ചത്, ലൈക്ക് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആസ്ക്ഡ് ടു മൈസെൽഫ് വാസ്, what would I do, or as a science enthusiast or
or maybe a scientist, what can we do if we were in that situation? നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിച്ചത്. ലൈക്ക് ഇപ്പോ അങ്ങനത്തെ ഒരു സന്ദർഭം, ജസ്റ്റ് ഫോർ 42 hours അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ 1 night we can go to different universes. What would you do? പക്ഷെ ആ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റക്കാണ്. നിങ്ങൾ വേറെ യൂണിവേഴ്സിൽ പോയാലും അവിടെ സ്റ്റക്കാണ്. അവിടെ നിന്ന് വേറെ പോകാൻ പറ്റത്തില്ല. ആ ബ്ലാക്കിൽ നിന്ന് പോയാൽ നിങ്ങൾ വേറെ യൂണിവേഴ്സിലായിട്ടോ പോകുന്നത്. അപ്പൊ ഹൗ ക്യാൻ യു ടെസ്റ്റ് ആൻഡ് വാട്ട് ക്യാൻ യു എക്സ്പെരിമെന്റ് ഇൻ ദാറ്റ്? കാരണം അവിടെ ഞാൻ ആ സിനിമയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ജീവിതകാര്യം കാർ എടുത്തൊരു എങ്ങനെയായാലും ഒരു 8-10 പ്രാവശ്യം കാർ ഓടിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു ബ്ലാക്കിന്റെ അകത്ത്. അപ്പൊ അവര് ഓരോ പ്രാവശ്യം പോയപ്പോ 2 പ്രാവശ്യമേ കാറ് പോകുന്ന കേട്ടുള്ളൂ. അപ്പൊ ബാക്കി 8 പ്രാവശ്യം അല്ലെങ്കിൽ ബാക്കി 6 പ്രാവശ്യം വേറെ യൂണിവേഴ്സിലാണ് പോയത്. അപ്പൊ അങ്ങനെ ഒരു തിയറി, അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മള് തിയറി പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ചോദ്യം കാരണമാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്തത്. സോ can you come up with any experiment that is a thought experiment? Can you come up with any thought experiment that that you would do or a scientist would do for proving this quantum entanglement or this theory? എന്ന് ഉള്ള ഒരു ചോദ്യം ചോദിക്കാനും കൂടെ വന്നത്. ഓക്കെ, സോ ഈ വീഡിയോ ഒരു സീരീസിന്റെ തുടക്കമാക്കണം എന്നാണ് എൻ്റെ ഒരു my plan, because I have a lot of questions in my mind from young age. So this is the type of question that I came up with. So നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് ദാറ്റ് ഇൻ കമന്റ് ബോക്സ്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. സോ നിങ്ങൾക്കറിയാലോ, പോകുന്ന വഴിക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ, ഹാവ് എ നൈസ് ഡേ.